പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ എനിക്ക് നിങ്ങളുമായി വചനം പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ 8-ാം തീയതിയാണ് വചനം പങ്കുവച്ചത്. ഇന്ന് ഡിസംബർ മാസം 10-ാം തീയതി. കഴിഞ്ഞ 10 ദിവസം, അതായത് 2026 10 ദിവസങ്ങൾ കടന്നു പോവുകയാണ്. പുതുവർഷത്തിലേക്ക് പ്രാരംഭ ദിനങ്ങളുടെ 10-ാമത്തെ ദിവസം നാം എത്തി നിൽക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. കാരണം വളരെ സുന്ദരമായി നമ്മളെ നടത്തിയില്ല. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ദൈവം പരിപാലിച്ചു. അതിന് തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്മൈൽ സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, 8-ാം തീയതി പഠിച്ച വചനം യൂതിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. യൂതിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനമായിരുന്നു. അതിങ്ങനെയാണ് നമ്മോട് പറഞ്ഞത്: തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. നമുക്കൊക്കെ ഉണ്ടാവും പാപം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം. ഇനി അതിനോട് ചേർന്ന് പറയുക, തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ഇരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നാം പഠിക്കുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 25-ഉം 26-ഉം 2 വചനങ്ങൾ ചേർത്താണ് നാം പഠിക്കുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്: സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ. ആര്? സർവശക്തൻ. മറ്റുള്ള ലൗകികമായ ഒന്നുമല്ല, ലൗകികമായ സമ്പത്തൊന്നുമല്ല, പക്ഷേ സർവശക്തനായ ദൈവം. സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വിലപിടിച്ച സാധനം കാണുമ്പോൾ നമ്മുടെ മുഖമൊക്കെ അങ്ങോട്ടാണ് പോകുന്നത്, അല്ലേ? നമ്മുടെ ചിന്തയൊക്കെ അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ സർവശക്തൻ നമുക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തനായ ദൈവത്തിലേക്ക് നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. The Almighty Himself shall be a gold and sparkling silver. Then you shall delight in the Almighty, and you shall lift up your face toward God. അപ്പം സർവശക്തനായ ദൈവമായിരിക്കണം നമ്മുടെ വിലപിടിപ്പുള്ള സ്വർണം. നമ്മുടെ ഏറ്റവും വലിയ കാര്യം ദൈവത്തിൽ ആനന്ദിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ഏറ്റവും വലിയ സമ്പത്തായി കാണുക. ദൈവത്തെ സമ്പത്തായി കണ്ടാൽ ബാക്കിയെല്ലാം നമുക്ക് സ്വന്തമാണ്. അപ്പം നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ.